അനുപമയുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ട് ഏതാ? ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധ്വനി എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ടായിരുന്നു പണ്ടിറങ്ങിയ. അതിനകത്ത് ഒരു അനുരാഗ ലോലഗാത്രി എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ട്, യേശുദാസ് പാടിയ ഒരു പാട്ട് സിനിമ. അതാണ് ഫേവറേറ്റ് സോങ്. അനുപമയ്ക്ക് എത്ര വയസ്സുണ്ട്? 24. 24 വയസ്സുണ്ട്. അതെന്താ അനുപമയ്ക്ക് ഈ ന്യൂജൻ പാട്ടുകളൊന്നും ഇഷ്ടമല്ലാത്തോണ്ടാ? ഇഷ്ടമാണ്, ഇഷ്ടമില്ലായികൊന്നുമില്ല. എന്റെ ഫേവറേറ്റ് പാട്ടാ ചോദിച്ചത്. എനിക്ക് ആ ഒരു എന്റെ ടേസ്റ്റ് അതാണ്. ഇനിയിപ്പോ തള്ള വൈബ് എന്ന് വിളിച്ചാലും ഐ ഡോണ്ട് കെയർ ആക്ച്വലി. അതാണ് എനിക്ക് ഇഷ്ടം. ഞാനൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ അനുപമ അതിനോട് യോജിക്കുന്നുണ്ടോ എന്ന് എന്നോട് പറയണം. ഇന്നത്തെ യങ് ജനറേഷന് കൂടുതലും പഴയ പാട്ടുകളോടാണ് താല്പര്യം. അതെ, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മൾ ഈ റീലുകളിലൊക്കെ കാണുന്നത് മറ്റേ പഴയ പാട്ടുകളെ അതേപടിയോ അല്ലെങ്കിൽ അതിനെ റീമിക്സ് ചെയ്തുകൊണ്ട് അതിന്റെ ആ ഒരു ടച്ച് വിടാതെ തന്നെ അതിനെ കീപ്പ് ചെയ്തുകൊണ്ട് ആണ് ഇപ്പം ഭൂരിഭാഗം റീലുകൾ ഇറങ്ങുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ അവസാനം ഇറങ്ങിയ ജ്യോതിർമയുടെ പാട്ട്, അതാണ് ഇപ്പൊ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു പാട്ട്. അതല്ലെങ്കിൽ ഡാബ്സിയുടെ സോങ്ങുകൾ, അങ്ങനത്തെ പാട്ടുകളാണ് ഇപ്പോൾ പുതിയതായി ഇറങ്ങുന്ന ഒരു ഹിറ്റ് മേക്കേഴ്സ് എന്ന് പറയുന്നത്. പക്ഷേ അങ്ങനത്തെ പാട്ടുകളിൽ നമുക്ക് പണ്ടത്തെ പാട്ടിന്റെ വൈബ് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. അല്ലെങ്കിൽ ഒരു മലയാളി തനിമയില്ലാത്ത പാട്ടുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ യോജിക്കുന്നു. കാരണം മനുഷ്യൻ എന്നുള്ളതിലുപരി മലയാളികൾ പൊതുവെ ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ടേസ്റ്റുകളെയും എന്താ പറയാ, അത് കറക്റ്റായിട്ട് അതിനെ വിശകലനം ചെയ്ത് എടുക്കേണ്ട രീതിയിൽ എടുക്കുന്നവരാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒന്നിനെ ഇപ്പൊ ഈ എന്താ പറയുക, ഈ പറഞ്ഞ ഈ ജ്യോതിർമയിന്റെ പാട്ടാണെങ്കിൽ പോലും അതും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ആളുകൾ, ഒരുപാട് പേര്. അതും എത്രയോ കണക്ക് എനിക്ക് കറക്റ്റായിട്ട് പറയാൻ അറിയില്ല, പക്ഷെ ഒരുപാട് പേര് നെഞ്ചിലേറ്റി കഴിഞ്ഞു. അതിനെടുത്ത് സ്റ്റോറി ഇടുക, സ്റ്റാറ്റസ് ഇടുക, അങ്ങനെയൊക്കെ ആയിട്ട് എടുത്തു കഴിഞ്ഞു. പക്ഷെ അത് പൂർണ്ണമായും ഒരു എന്താണ്, ഒരു ഫോറിൻ കൾച്ചറാണ് ആ പാട്ടിലുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ മലയാള സിനിമ എന്ന് പറഞ്ഞ് ലേബൽ ഇട്ട് വിളിക്കുന്ന ആ സിനിമകളെ പോലെയോ അല്ലെങ്കിൽ ആ സിനിമകളിലെ പാട്ടുകളെ പോലെയോ അല്ല ഇത് വന്നിരിക്കുന്നത്. പൂർണ്ണമായ ഒരു ഹോളിവുഡ് ടച്ചാണ് ഹനുമാൻ കൈൻഡിന്റെ പാട്ട് വന്നത്. പൊന്നാനിക്കാരൻ പാടിയ ആ ഒരു പാട്ടും ആ ഒരു വൈബ് പിടിച്ചു പോയതാണ്. മലയാളി പാട്ടല്ലെങ്കിലും പക്ഷെ ആ ഒരു വൈബാണ് അത് പിടിച്ചു പോയത്. പക്ഷെ നമ്മുടെ ഈ യൂത്ത് എല്ലാവരും ഈ പാട്ടുകളൊക്കെ ആഘോഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിന് വേണ്ട ഹൈപ്പ് കൊടുക്കുന്നുണ്ടെങ്കിലും ഇപ്പൊ അനുപമ പറഞ്ഞതുപോലെ അവരുടെ ഫേവറേറ്റ് മ്യൂസിക് ഏതാണെന്ന് ചോദിക്കുമ്പോൾ അത് മേ ബി പഴയൊരു പാട്ടായിരിക്കാം. മറ്റേ ആനന്ദം സിനിമയില് ഭയങ്കര ഹിപ് ഹോപ്പ് ആയി നടക്കുന്ന ഒരു പ്ലേലിസ്റ്റിനിടെ മറ്റേ പണ്ടത്തെ യേശുദാസിന്റെ പാട്ടുകൾ, ജയചന്ദ്രന്റെ പാട്ടുകളൊക്കെ കേട്ടോണ്ടിരിക്കുന്നത്. അപ്പൊ പക്ഷെ അതിനകത്ത് കാണിക്കുന്ന കറക്റ്റ് സാധനമാണ്. അതായത് പൊതുവെ എല്ലാവരും നോക്കി കാണുമ്പോൾ ഇവൻ ഭയങ്കര മെറ്റാലിക് ബാൻഡിന്റെ ഒക്കെ പാർട്ടാണ്. അപ്പൊ അതാണ് ഇവിടെ എന്താ പറയാ അംഗീകരിക്കപ്പെടുന്നത് എന്നുള്ളൊരു സാധനമാണ്. പക്ഷെ അവന് പേഴ്സണലി ഇഷ്ടം ഈ ഒരു സോഫ്റ്റ് പാട്ടുകൾ അല്ലെങ്കിൽ കുറെ ക്ലാസിക്കൽ സാധനങ്ങളൊക്കെയാണ് ഇഷ്ടം. അപ്പം അങ്ങനെ ഒരു എന്താ പറയാ ബാസ് ബൂസ്റ്റഡ് സാധനം അതും ഇഷ്ടപ്പെടാത്തവർ മോശക്കാരാണെന്നൊന്നും തോന്നുന്നില്ല. ഈ നമ്മൾ മലയാളികൾക്ക് ഈ ഫോറിൻ കൾച്ചറിനോട് പണ്ട് മുതലേ സ്നേഹം കുറച്ച് കൂടുതലാണെന്ന് തോന്നിയിട്ടില്ലേ? ഇപ്പൊ നമ്മൾ ഈ വാലന്റൈൻസ് ഡേ മലയാളികൾ ഭയങ്കരമായി ആഘോഷിക്കുന്ന ഒരു സംഭവമാണ് വാലന്റൈൻസ് ഡേ എന്ന് പറയുന്നത്. പക്ഷെ വാലന്റൈൻസ് ഡേ ഈസ് ലൈക്ക് അത് വെസ്റ്റേൺ കൾച്ചറിന്റെ ഭാഗമാണ് വാലന്റൈൻസ് ഡേ. പക്ഷെ അതിന് നമ്മള് നമ്മുടെ സ്വന്തം ഓണത്തെ പോലെയൊക്കെയാണ് ഇപ്പൊ വാലന്റൈൻസ് ഡേനെ കുറിച്ച്. ഹോളി ഒന്നും നമ്മുടെ അല്ല. അതുകൊണ്ട് നമുക്ക് ഫോറിൻ സാധനങ്ങൾ ഗ്രാസ്പ് ചെയ്യാനും ഈ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലാത്തൊരവസ്ഥയും പുറത്തുനിന്നുള്ള സാധനത്തിനെ തേടി പിടിച്ചു പോകുന്ന ഒരു അവസ്ഥയും തോന്നിയിട്ടുണ്ടോ? ഉണ്ട്. അത് ഈ ഹൽദി അതൊന്നും നമ്മുടെ സാധനമല്ല. എന്താ വളകാപ്പ് ഇതൊന്നും നമ്മുടെ അല്ല. പക്ഷെ അതേപോലെ തന്നെ അതെ, ട്രെൻഡിനൊപ്പമാണ്. സിനിമകളായാലും പാട്ടുകളായാലും ഒക്കെ ഇതേപോലെ ഈ ഒരു ഫോറിൻ കൾച്ചറിനെ അല്ലെങ്കിൽ ഒരു നമ്മുടേതല്ലാത്തതിനോടുള്ള ഒരു അഭികാമ്യം കാണിക്കൽ പൊതുവെ നന്നായി പ്രകടമാവുന്നുണ്ട് ഇപ്പായിട്ട് ഈ മലയാള സിനിമയിൽ അല്ലെങ്കിൽ മലയാള പാട്ടുകളിലൊക്കെ. ഈ ഹനുമാൻ കൈൻഡിന്റെ പാട്ടായാലും പിന്നെ ഡബ്സിന്റെ പാട്ടുകളായാലും ഒക്കെ അതിനകത്ത് എന്താ പറയാ റാപ്പ് സോങ് ഈസ് ഓക്കെ, അല്ലെങ്കിൽ അത് നൈസാണ്. നമ്മളിപ്പോ ഈ ഒരു എല്ലാ കാലവും ഈ അനുരാഗലോലഗാത്രിയും അല്ലെങ്കിൽ അല്ലിയാമ്പൽ കടവിലൊന്നും കേട്ടിരിക്കുക അല്ലെങ്കിൽ അതുപോലത്തെ പാട്ടുകൾ മാത്രമേ സൃഷ്ടിക്കാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. നമ്മളെല്ലാം പരീക്ഷിക്കണം. അതിൽ നല്ലത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നല്ലതിനെ അംഗീകരിക്കണം. അത് മലയാളികൾ ചെയ്യുന്നുണ്ട്. അതാണ് ഇപ്പൊ ഈ ജ്യോതിർമയിന്റെ പാട്ട് ഇഷ്ടപ്പെടുന്നവരുണ്ട്. അതിനെ അംഗീകരിച്ചു, അത് അംഗീകരിക്കപ്പെട്ടു. അതൊരു തെറ്റല്ല. പക്ഷെ പൂർണ്ണമായും എന്താ പറയാ നമ്മുടെ ഈ ഒരു മലയാളിത്തം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു, അത് പൂർണ്ണമായും ലോസ്റ്റ് ആയി എന്നുള്ളൊരു തോന്നല് വരുന്നുണ്ട് ഇപ്പൊ ഇറങ്ങുന്ന എല്ലാ മലയാളം പാട്ടുകളും. ആവേശത്തിലെ പാട്ടുകളെല്ലാം എടുക്കുവാണെങ്കിൽ എല്ലാം ഒരു വെസ്റ്റേൺ സാധനങ്ങൾ, ഒരു ഹൈപ്പർ മൂഡിലുള്ള സാധനങ്ങളാണ് അല്ലെ? ഒരു ഹൈപ്പർ എന്ന് തന്നെ പറയാം, ഹൈപ്പർ മൂഡിൽ നിൽക്കുന്ന പാട്ടുകളാണ്. അല്ലെങ്കിൽ പിന്നെ ഇതിന് മുൻപ് ട്രെൻഡായ പാട്ടുകൾ എന്ന് പറയുന്നത് ഈ ഡാബ്സിയുടെ സോങ്ങുകൾക്ക് മുൻപ് ഹിറ്റായ ഒരു പ്ലേലിസ്റ്റ് ആണ് അനാർക്കലി മരക്കാറിന്റെ സുലൈഖ മൻസിലിന്റെ പ്ലേലിസ്റ്റ് എന്ന് പറയുന്നത്. ആ പ്ലേലിസ്റ്റിലെ എല്ലാ പാട്ടുകളും ഈ ഹൈപ്പർ സാധനം വെച്ചിട്ടുള്ള
പാട്ടുകളാണ്. അതിലും മലയാളം പാട്ടുകളാണെങ്കിലും മലയാളിത്തം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. മലയാള ഭാഷ മാത്രമേ ഉള്ളൂ അതിനകത്തുള്ളൂ. എന്നുള്ളതാണ്. മലയാളിത്തം എന്ന് പറയുന്ന ആ ഒരു എങ്ങനെയാ അതിനെ ഡിസ്ക്രൈബ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. പക്ഷെ അത് പൂർണ്ണമായും ലോസ്റ്റ് ആയി പോകുന്നുണ്ട്. അത് ആ ഒരു ടച്ചേ പോയി. പക്ഷെ ഒരു മായാനദി സമയം വരെയൊക്കെ അതുണ്ടായിരുന്നു തോന്നുന്നില്ല. ഈ ആരാധിക പാട്ടൊക്കെ ആ സമയത്തൊക്കെ കുമ്പളങ്ങിയിലെ ചില പാട്ടുകൾ, ചിരാതുകൾ എന്നുള്ള പാട്ടുകൾ, അതിനൊക്കെ ആ ഒരു ഫീല് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നീട് അത് പോയോ എന്നുള്ളൊരു ഡൗട്ടിലേക്ക് ഈ രോമാഞ്ചമൊക്കെ വന്നതിന് ശേഷമൊക്കെ അത് പോയോ. രോമാഞ്ചം, ആവേശം അതൊന്നും എന്താ പറയാ തെറ്റല്ല ശരിക്കും. മേ ബി ഈ ചർച്ച കാണുന്നവർ പറയുന്നുണ്ടാവും ആ സിനിമകൾ ഡിമാൻഡ് ചെയ്യുന്ന ഒരു മൂഡ് ഓഫ് സോങ് അത് ഈ സിനിമകളിൽ ഇപ്പൊ ഇറങ്ങുന്ന സിനിമകളിൽ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് പ്രാമുഖ്യം വരുന്നില്ല എന്നുള്ളത് മുൻപ് ഒരു വലിയ ചർച്ചയായിരുന്നു. അപ്പൊ അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വന്നവരുണ്ടായിരുന്നു. അവിടെ സ്ത്രീന്റെ അതിലൊരു സ്ത്രീ കഥാപാത്രത്തിന്റെ ആവശ്യമുണ്ട് വെച്ചാൽ പോരെ, വെറുതെ ഒരു എന്താ പറയാ തള്ളിക്കയറ്റി ഒരെണ്ണം അവിടെ വേണം എന്നുള്ള നിർബന്ധം കൊണ്ട് ഒരെണ്ണത്തിന് വെക്കണ്ടല്ലോ എന്ന് പറയുന്ന പോലെയാണ്. നമ്മള് അതൊരു തെറ്റൊന്നുമില്ല. ആ സിനിമ ചെയ്യുന്നവർക്ക് നമ്മൾ പറയുന്നത് മനസ്സിലാകുമായിരിക്കാം. അതെ അല്ലെ, ആ സിനിമ ആ ഒരു മൂഡാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ അത് ഓക്കെയാണ്. വാഴ സിനിമയ്ക്കകത്ത് മറ്റേ രജത് പ്രകാശിന്റെ പാട്ട് അത് കുറെയൊക്കെ നമ്മുടെ മലയാളിത്വവും ഒക്കെ ആയിട്ട് കണക്ഷൻ ഉള്ള ഒരു പാട്ടാണ്. അപ്പൊ അതുപോലത്തെ പാട്ടുകൾ ഇനിയും വരട്ടെ. അതെ.